സ്വർണ്ണവില ചരിത്രത്തിലെ തന്നെ പുതിയ ഉയരത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപ മറികടന്നതോടെ സ്വർണ്ണ വിപണിയിൽ ആശങ്കയും ചർച്ചകളും ശക്തമായി. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇത് സെയിൽസിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വില വർധനയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സെയിൽസിനൊക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് പൊതുവെ സർവേ. അത് കൂടുന്നതിന് കാരണങ്ങൾ പൊതുവെ അറിയാമല്ലോ. ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഇഷ്യൂസും ട്രേഡ് വാർ അതുപോലുള്ള കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോൾഡ് റേറ്റ് കൂടുന്നതിന് ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മണി വാല്യൂ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അതിന് ഡിഫറൻസ് ഉണ്ട്. കസ്റ്റമേഴ്സ് മുന്നേ വാങ്ങിച്ചവർക്ക് 10 പവൻ അല്ലെങ്കിൽ 20 പവൻ വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ പകുതി വാങ്ങിക്കാവുന്ന രീതിയിലേക്കാണ് ക്യാഷിൻ്റെ വർത്തിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ സ്കീം ബേസ് ചെയ്തിട്ട് ആളുകൾക്ക് അത് ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. 5% മുതൽ അല്ലെങ്കിൽ 10% അങ്ങനെ ബുക്ക് ചെയ്ത് ക്യാഷ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ആ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സെയിൽസിന് ഇതിപ്പോൾ നമുക്കിതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഗോൾഡിൽ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല. നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണയം വയ്ക്കാനും ഗോൾഡ് ആവശ്യം നേരത്തെ വിറ്റ് കാശാക്കാനുള്ളൊരു സേവിങ്സ് ഉള്ള കാരണം ഇതിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പ്രധാന പ്രശ്നം ഇത് റേറ്റ് കൂടാൻ കാരണം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ ഫെഡ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും പിന്നെ പല രാജ്യങ്ങളും ഇത് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കുഴിക്കുമ്പോൾ ഇതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് റേറ്റ് ഇങ്ങനെ കയറി പോകണം. ഇൻ്റർനാഷണൽ മാർക്കറ്റ് അനുസരിച്ചാണ് ഈ റേറ്റ് കയറ്റം വരുന്നത്. പക്ഷേ ആവശ്യക്കാർക്ക് എന്തായാലും ഇത് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, എന്തായാലും എടുക്കണം. ഇപ്പോൾ ഈ ഇത്ര റേറ്റ് കയറുമ്പോൾ കുറച്ചൊക്കെ ജനങ്ങൾ ഒരു 18 ക്യാരറ്റ് ലൈറ്റ് വെയിറ്റ് കളക്ഷനിലേക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. ചേച്ചി, ഇപ്പോൾ ഈ ഒരു സ്വർണ്ണവില കൂടിയത് ഒരു പൊതുജനം എന്ന നിലയ്ക്ക് നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? വിചാരിച്ച പോലെ രീതിയിൽ സ്വർണ്ണം എടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, ഞങ്ങൾക്ക് അത്ര നല്ല രീതിയിലൊന്നും സ്വർണം വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല. നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കുമ്പോൾ അതിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമുക്കതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോരാറ പതിവ് സാധാരണ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില വളരെ അധികമാണ് ഇപ്പം. പിന്നെ ഞാനൊരു സ്ഥിരമായിട്ട് സ്വർണ്ണം എടുക്കുന്ന ഒരാളല്ല. എൻ്റെ ഫാദറിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ 75ാം പിറന്നാളാണ്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. സ്വർണ്ണവില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല. 1 ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെയും തീരുമാനങ്ങളെയും മാറ്റുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എന്താകുമെന്ന് അറിയാനാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.